ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ വാദം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് തുടങ്ങിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് ബിന്ദു അമ്മിണിക്കും കനക ദുർഗയ്ക്കും വേണ്ടി ഇന്ദിരാ ജയ്സിംഗ് ഹാജരാകുകയും അതോടൊപ്പം തന്നെ കോടതി ഈ ബിന്ദു അമ്മിണിയും കനക ദുർഗയും വിശ്വാസികളാണോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് ആരാണ് എന്നുള്ളതിന് വലിയ പ്രസക്തിയുണ്ട്. ശബരിമല എന്ന് പറയുന്നത് ഒരു വിശ്വാസ സംരക്ഷണമാണ്, വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്. അവിടേക്ക് ഇത്തരത്തിൽ ഒരു അലോസരം ഉണ്ടാക്കിക്കൊണ്ട് കടന്നു കയറുമ്പോൾ അവർ യഥാർത്ഥത്തിൽ നിയമത്തെ പിന്തുണയ്ക്കുകയാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ട വച്ചു പുലർത്തിക്കൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുകയല്ലേ? തീർച്ചയായും. കാരണം ശബരിമല അടക്കം ഒരു ക്ഷേത്രത്തിലും നിയമം കൊണ്ടല്ല ആചാരം പാലിക്കപ്പെട്ടു വരുന്നത്. അത് ഭക്തജനങ്ങളുടെ അച്ചടക്കം കൊണ്ടാണ്. ഇപ്പോൾ ആ ഒരു നിയമം നമ്മൾ 2018 ആചാര ലംഘനത്തിന് ഇവരൊക്കെ എടുത്ത സുപ്രീം കോടതി ഒഴിവാക്കിയൊരു നിയമം അതില്ല എന്നുണ്ടെങ്കിലും ഭക്തജനങ്ങൾ അത് പാലിച്ചിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് ആ നിയമം എടുത്തു മാറ്റിയില്ലെങ്കിൽ ആ നിയമത്തിന് പ്രാബല്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞത് ഒരിക്കൽ പോലും ഒരയ്യപ്പ എന്ന് വിളിക്കാത്തവര്, ഒരിക്കൽ പോലും ഒരയ്യപ്പ ക്ഷേത്രത്തിലും പോകാത്തവര് അവര് വാശിയോടുകൂടി കയറി എന്നുള്ളതാണ് ശബരിമലയിലെ ഒരു യുദ്ധരംഗമാവാൻ കാരണം. അവർക്ക് ഉദ്ദേശം അല്ലെങ്കിൽ ഭരണഘടന പാലിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ സമത്വം നേടുക എന്നുള്ളതല്ല, മറിച്ച് സനാതന ധർമ്മത്തെ അപമാനിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിക്കുക. അതുതന്നെയാണ് കോടതി അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയത്. കോടതിയുടെ ആ നിരീക്ഷണം വളരെ പ്രതീക്ഷ നൽകുന്നു. ഈ രൂപത്തിലേക്ക് തന്നെ വിധിയും വരട്ടെ. നമുക്ക് ഇത്തരത്തിലുള്ള കോടതി നടത്തുന്ന നിരീക്ഷണങ്ങളൊക്കെ വളരെ പോസിറ്റീവായി നമ്മുടെ മനസ്സിൽ ഒരുപാട് അത്തരം പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ മാത്രം ഒരു ആചാരമാണ് അത് എന്നും അവിടെ ഒരു തരത്തിൽ സ്ത്രീ പുരുഷ വിവേചനമോ ഭരണഘടനാ ലംഘനമോ ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും വിവാദം ഉണ്ടായിട്ടും ഒരു ഭക്ത പോലും എനിക്ക് തൊഴണം എന്ന താല്പര്യത്തോടു കൂടി അങ്ങോട്ട് വന്നിട്ടില്ല. കാരണം അവരെല്ലാം 10 വയസ്സിന് മുമ്പ് പോവുകയോ 50 വയസ്സിന് ശേഷം പോകാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയോ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ആക്ടിവിസ്റ്റുകളുടെ അജണ്ട വേറെയായിരുന്നു. അത് കോടതി ഏറെക്കുറെ മനസ്സിലാക്കി എന്നാണ് ഇന്ന് ബോധ്യമാവുന്നത്.